കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. പുറത്തെവിടെയെങ്കിലും ഒരു ഒഴിഞ്ഞ കോണിൽ വെച്ച് സംസാരിക്കും. കുറച്ച് കഴിയുമ്പോൾ ഇവൻ പരലോകത്തെത്തും. ഹലോ, അങ്ങനെ പ്രേക്ഷകരെയൊക്കെ മുൾമുനയിൽ നിർത്തുന്ന നിമിഷങ്ങൾ കണ്ണൻ ഇതോടുകൂടെ തീരുകയാണോ? അതേ കൂട്ടുകാരെ, ഭയങ്കരമായിട്ടുള്ള നിമിഷങ്ങളോട്ട് നമ്മുടെ മേഘനാഥൻ വിളിച്ചിട്ട് കണ്ണൻ കാണാൻ വരുന്നുണ്ട് അല്ലെ. അപ്പൊ മേഘനാഥൻ പറയുന്നുണ്ട്, എനിക്ക് കുറച്ച് കാര്യങ്ങൾ തീരുമാനിക്കാനുണ്ട്, നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്, നമുക്ക് എങ്ങോട്ടെങ്കിലും ഒഴിഞ്ഞ മൈതാനത്തിലേക്ക് പോകാം എന്നും പറഞ്ഞിട്ട് കണ്ണനെ മേഘനാഥന്റെ കാറിൽ കെട്ടിക്കൊണ്ടുപോകുന്നുണ്ട്. അപ്പൊ ഇത് സാഗർ കാണുന്നുണ്ട്. സാഗറിന് അപ്പൊ തന്നെ എന്തോ പന്തികേട് തോന്നി. മഞ്ജുവിനെ അറിയിക്കുന്നുണ്ട്. മഞ്ജു ഇത് എന്ന് നമ്മുടെ ലേഖയുടെ വീട്ടിൽ പോയി എല്ലാവരോടും, മഹാലക്ഷ്മിനോടും ലേഖനോടും എല്ലാവരോടും പറയുന്നുണ്ട്. അപ്പൊ മഹാലക്ഷ്മിക്ക് ഇത് കേട്ടപാടെ ഭയങ്കരമായിട്ട് നെഞ്ചുവേദന തുടങ്ങി. കാരണം മേഘനാഥനൊപ്പമാണ്, എന്തും ചെയ്യാൻ മടിക്കാത്തൊരു ക്രൂരനാണ്, അവനോടൊപ്പമാണ് കാറിൽ കണ്ണേട്ടം പോയിരിക്കുന്നത്. അപ്പൊ എന്ത് അപകടം, എന്തും പ്രതീക്ഷിക്കാം അല്ലെ. അപ്പൊ മഹാലക്ഷ്മി അവിടെ കിടന്ന് കരച്ചിൽ തുടങ്ങി കഴിഞ്ഞോട്ടോ. അപ്പൊ മേഘനാഥനും കണ്ണനും കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുവാണേ. അപ്പൊ കണ്ണനാണെങ്കിൽ എന്തോ ഭയങ്കര ദുസ്സൂചനകളൊക്കെ തോന്നുന്നുണ്ട്. കണ്ണനും ഭയങ്കര ടെൻഷനിലാണ്. ഇവൻ പിടിച്ചതാണോ, ഇവന്റെ മുന്നിൽ ഈ കള്ളങ്ങളൊക്കെ പൊളിഞ്ഞു പോകുമോ, എന്തായിരിക്കും വരാൻ പോകുന്ന വിധി എന്നും പറഞ്ഞ് കണ്ണന് ഭയങ്കര ആദ്യ പിടിച്ച് നിൽക്കുന്നുണ്ട്. ലാസ്റ്റ് മേഘനാഥൻ ഒരു സ്ഥലത്ത് നിർത്തിയിട്ട് ബാക്കിൽ നിന്ന് പോയി വീൽ ചെയർ എടുത്തുകൊണ്ട് ഇറങ്ങടാ എന്നും പറഞ്ഞ് നമ്മുടെ ദേഷ്യപ്പെട്ട് കണ്ണനോട് പറയുന്നുണ്ട്. അപ്പൊ തന്നെ കണ്ണന് ആ വാക്കുകളിൽ നിന്ന് തന്നെ മനസ്സിലായി സംഭവം മൊത്തത്തിൽ പണി വാളിയിരിക്കുകയാണെന്ന്. ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? ഭയങ്കരമായുള്ള ട്വിസ്റ്റ് നിറഞ്ഞൊരു നിമിഷങ്ങൾ തന്നെയാട്ടോ നമ്മുടെ മഹാലക്ഷ്മിയിൽ വരാൻ പോകുന്നത്. കാത്തിരിക്കാവേ. അപ്പൊ അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും. ഹിയർ ഐ ആം ദി മലയാളി സൈനിങ് ഓഫ്.